വലിയ ആഘോഷ പ്രകടനം നടക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് BJP വീടുകൾ തോറും BJP പ്രവർത്തകർ കയറി ഇറങ്ങി മധുര വിതരണമൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വലിയ തോതിൽ ആഘോഷ പ്രകടനം നടക്കുന്നുണ്ട്. ഈ നാസിക് റോഡൊക്കെ പൊട്ടി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അതോടൊപ്പം മുതിർന്നയാളുകളും അടക്കമുള്ളവർ നഗരത്തിൽ ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. അവർക്ക് 3 തരത്തിലാണ് അവരുടെ ഈ ആഘോഷം ഉള്ളത്. അതായത് ഒന്ന്, തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു. രണ്ടാമത്തേത് ജോർജ് കുര്യന്റെ രൂപത്തിൽ മറ്റൊരു മന്ത്രിസ്ഥാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 3, പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. എങ്കിലും നമുക്ക് എങ്ങനെയുണ്ട് ഈ ആഘോഷമൊക്കെ? വളരെ സന്തോഷം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച ഡിവിഷനാണ്. അപ്പൊ ഇതിന്റെ ആഘോഷം വേറെ ആയിരിക്കുമല്ലോ. എല്ലാവരും ഭയങ്കര ഉത്സാഹത്തിലാണ്, ആവേശത്തിലാണ്. അതായത് ഇരട്ട സന്തോഷമാണ്. അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു, അതോടൊപ്പം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുന്നു, ഒപ്പം നരേന്ദ്രമോദി വീണ്ടും 3ാമത് പ്രധാനമന്ത്രിയായി വരുന്നു. ആ സന്തോഷം തൃശ്ശൂരിൽ കാണാനുണ്ട്. അതെ, ഒരുപാട് സന്തോഷം. കാരണം സുരേഷിന്റെ കേന്ദ്രം ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. അതെന്തായാലും ഇപ്പൊ നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ സന്തോഷം കൂടിയുണ്ട്. അപ്പൊ ഇത്രയധികം വോട്ടിന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം കൂടിയുണ്ട്. ഇതിന്റെ പൂരനഗരി വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഒരുപാട് ഐഡിയാസ് അദ്ദേഹം വികസന രേഖയിൽ കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം ഇനി നടക്കുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. തീർച്ചയായും പൂരനഗരി വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയുടെ ഈ സ്ഥാനലബ്ധിയിൽ. ഈ ആവേശം, ഈ കാണുന്ന ആളുകളുടെ ആഘോഷം അത് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ഇന്ന് മുഴുവൻ എന്തായാലും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ആഘോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നഗരത്തിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലടക്കം വലിയ ആഘോഷം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിൽ വലിയ ആഘോഷമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു എന്നതിന്റെ ആഘോഷം. വലിയ പ്രതീക്ഷയുണ്ട്. തൃശ്ശൂരിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം. തത്സമയ കാഴ്ചകളാണ് ശ്രീകാന്ത് നൽകിയത്.